എള്ള് ചേർക്കാം. വെള്ള കളർ എള്ളായാലോ കറുത്ത കളർ എള്ളായാലോ കുഴപ്പമില്ല, നമുക്ക് അങ്ങനെ ചേർക്കാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. ഞാൻ പച്ചമുളകിന് പകരം ഇതിലേക്ക് 1/2 സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. ഇനി നമുക്ക് 1/2 സ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് വെള്ളമൊന്നും ഒഴിക്കാതെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ ബട്ടർ ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടി വെക്കാം. ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട, അല്പം കുറച്ച് വെച്ചിട്ട് നമുക്കൊന്ന് മെൽറ്റ് ആക്കി എടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കാം കൈ കൊണ്ട് വെള്ളമൊന്നും ഒഴിക്കാതെ.